ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലൈനോജി ഡിസൈൻ. ഇപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളെവിടെയുള്ള തെങ്കാശിയിലാണ്. തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ മഴ, പൊടിമഴ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലൈനോജി ഡിസൈൻ. ഇപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളെവിടെയുള്ള തെങ്കാശിയിലാണ്. തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ഇന്നത്തെ യാത്ര തെങ്കാശിയിലേക്കൊരു വൺ ഡേ ട്രിപ്പാണ്. തെന്മലയിൽ നിന്നും തെങ്കാശിയിലോട്ട് പോകുമ്പോൾ ഈ ഒരു ഇടത്തിൽ നമ്മൾ നിന്നു പോകും. 1904 ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയായിട്ടുള്ള 13 ആർച്ച് ബ്രിഡ്ജ്. സുർക്കി രീതിയിൽ നിർമ്മിതമായ പർവ്വത റെയിൽപാതകളിൽ ഒന്നായ ഈ പാലത്തിന് 13 കമാനങ്ങളാണ് ഉള്ളത്. ഏകദേശം 100 അടിയോളം ഹൈറ്റിലാണ് കമാനങ്ങളുള്ളത്. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിലെ 13 ആർച്ച് ബ്രിഡ്ജിൻ്റെ അരികിലൂടെയാണ് കല്ലടയാറ് ഒഴുകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഒപ്പമുള്ളത് അളിയൻ ശ്രീജിത്തും ഫാമിലിയെയും കൂടാതെ ശ്രീജിത്തിൻ്റെ ഫാമിലി ഫ്രണ്ടായ രാജൻ സാറും കുടുംബമാണ്. രാജൻ സാറ് തിരുവനന്തപുരത്ത് നിന്നുമാണ് എത്തിയത്. കേരള ഫിനാൻസ് കോർപ്പറേഷനിലാണ് സാറിന് ജോലി. വഴിയരികെ പനങ്കരിക്ക് കണ്ടപ്പോൾ വണ്ടി നിർത്തി. അന്തരീക്ഷം ചൂടായി തുടങ്ങി. പനയുടെ ഓല മടക്കി ഒരു കൂട പോലെയാക്കിയിട്ട് അതിൽ പനങ്കരിക്ക് ചെത്തിയിട്ട് കരിക്കിന് വെള്ളം ഒഴിച്ചു തരും. പറഞ്ഞ വേണേൽ അതിൽ പനങ്കല്ല് വരെ ഒഴിച്ചു തരും കേട്ടോ. വെള്ളം കുടിച്ച് കരിക്കും കഴിച്ച് ഫുള്ള് ഞങ്ങൾ ഓണായി. കരിക്കുമ്പോളം സൂപ്പറായിരുന്നാ? സൂപ്പർ കരിക്കുമ്പോളം അല്ലേ? ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കുറ്റാലത്താണ്. തെങ്കാശിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളിലൊന്ന്. തെക്കിൻ്റെ ആരോഗ്യ സ്നാനഗൃഹം കുറ്റാലം പരാമർശിക്കപ്പെടുന്നത് അത്തരത്തിലാണ്. ചിറ്റാർ നദിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വെള്ളത്തിൽ ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. കുളിക്കാൻ പുരുഷന്മാരും സ്ത്രീകളടക്കം നിരവധി ആളുകളാണ് വരുന്നത്.
തുറന്നു പറയാലോ ഒട്ടും വൃത്തിയില്ലാത്ത ഒരിടമായിട്ടാണ് തോന്നി. മാത്രമല്ല വല്ലാത്ത ഒരു നാറ്റവും. സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ കാല് നനയ്ക്കാൻ പോലും തോന്നിയില്ല കേട്ടോ. പോരാത്തതിന് അസല് ചൂടും. പിള്ളേർക്ക് മടുപ്പായി. പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കും. തെന്മലയിൽ നിന്നും കുറ്റാലം വെള്ളച്ചാട്ടത്തിലെത്താൻ 42 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. തെന്മലയിലെത്തിയാൽ എല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾ, കാണാൻ പോകുന്ന സ്പോട്ടാണ് അന്യൻപാറ. അന്യൻ സിനിമയിൽ പാട്ട് സീൻ ചിത്രീകരിച്ച വർണ്ണം ചാർത്തിയ പാറക്കൂട്ടങ്ങൾ. കുറ്റാലത്ത് നിന്ന് 13 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ധാരാളം വിൻഡ് മില്ലുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റ് കിട്ടുന്നുണ്ടെങ്കിലും പൊരിഞ്ഞ വെയിലാണ്, അന്യായ ചൂടാണ്. നട്ടുച്ച നേരത്ത് വന്നു കയറിയ ഇടം നമ്മളെ കരിച്ചു കളയും. അന്യൻപാറയോട് ചേർന്ന് ഒരു ചെറിയ മരത്തണലിൽ ഒരു അണ്ണൻ പനങ്കരിക്കും തെങ്ങും കരിക്കുമൊക്കെ വിൽക്കുന്നത് ഒരു ആശ്വാസമായിട്ടോ. തമിഴ്നാട്ടിൽ വല്ലാത്ത ചൂടാണ്. നട്ടുച്ച നേരത്തൊന്നും വരാൻ പറ്റുന്ന ഇടമേ അല്ല. ഒരു ഓപ്ഷൻ ഉള്ളത് ഇവിടെ താമസിച്ചിട്ട് ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്താൽ ഈ ചൂടിനൊക്കെ ഒരു കുറവുണ്ടാവുമായിരിക്കും.
പിള്ളേർ നല്ല ടയേർഡായി. കരിക്കിൻ വെള്ളമൊക്കെ കുടിച്ച് താൽക്കാലിക ശമനം കിട്ടി. 2 ബോട്ടിൽ വെള്ളമാണ് മേടിച്ച് വണ്ടിയിലിട്ടത്. വെള്ളം തീർന്നു. ഇവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഈ വെയിലൊക്കെ അവർക്കൊരു പ്രശ്നമേ അല്ല. കൃഷി ആവശ്യങ്ങൾക്ക് ഇവർ വെള്ളമൊക്കെ ചിറകെട്ടിയും അണകെട്ടിയും കൃഷിയിടങ്ങളിൽ എത്തിക്കും. അശ്രാന്തം പണിയെടുക്കുന്നവരാണിവർ. സുന്ദരപാണ്ഡിപുരം ലക്ഷ്യമാക്കിയ പോകുന്നത്. വഴിയിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് നെല്ല് മെതിയന്ത്രമാണെന്ന് തോന്നുന്നുണ്ട്. തോട്ടിലൊക്കെ ഇറക്കി നിർത്തിയിട്ട് അവർ മെഷീനൊക്കെ ക്ലീൻ ചെയ്യാണ്. 2 കുട്ടികൾ വെള്ളത്തിലിരുന്ന് ക്ലീൻ ചെയ്യുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. നല്ല ചൂടിൽ അതൊരു ആശ്വാസമായിരിക്കും കുട്ടികൾക്ക്. നേരത്തെ നമ്മൾ അവിടെ ഒരു ചെക്ക് ഡാം കണ്ടില്ലേ, അതിലൂടെ വരുന്ന വെള്ളമാണിത്. പോകുന്ന വഴിയിൽ ഒരു പുൽത്തകിടി റോഡിന് ചേർന്ന് തന്നെ കണ്ടപ്പോൾ ഇറങ്ങാൻ തോന്നി. സുന്ദരപാണ്ഡിപുരം ഗ്രീൻ മെഡോസ് എന്നാണ് ഗൂഗിൾ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആളുകൾ നിരവധി ആടിനെയും മാടിനെയും ഒക്കെ പുല്ല് തീറ്റിക്കാൻ വിട്ടിട്ടുണ്ട്. നല്ല കാഴ്ചയാണ്. പുൽത്തകിടിക്ക് സമീപത്ത് പുൽത്തകിടിയുടെ നീളത്തിനൊത്ത ദൂരത്തിൽ ഒരു ചെറിയും ഉണ്ട് കേട്ടോ. സുന്ദരപാണ്ഡിപുരത്തെ സുന്ദര പുൽത്തകിടി. തമിഴ്നാടിൻ്റെ സ്വിറ്റ്സർലൻഡ് ഒരു പക്ഷേ ഇതാകുമോ? നല്ല ഭംഗിയുള്ള അതിമനോഹര സ്ഥലം. നമ്മൾ യാത്ര തുടരുകയാണ്. സൂര്യകാന്തി പാടം തേടി നട്ടുച്ചയ്ക്ക് പോവുകയാണ്. ചെറിയോട് ചേർന്ന് പോകുന്ന ഈ റോഡ് സൂപ്പറാണ്. തെങ്ങിൻ തോപ്പുകളും പാടശേഖരങ്ങളും കണ്ടാൽ കേരളമാണെന്ന് തോന്നും. കേരളത്തിൽ നിന്നും അടിച്ചു കയറി വരുന്ന കാറ്റാ ഇവരുടെ പവർ. വിൻഡ്മില്ലൊക്കെ കറങ്ങണമെങ്കിൽ എന്തുമാത്രം കാറ്റാ വീശുന്നത്. ഇവിടെയുള്ള വാഴക്കൃഷി നോക്കിയാൽ ഒരു ഇല പോലും നല്ലത് കിട്ടൂല. വാഴയില ചന്നം പിന്നെ കയറിപ്പോയിട്ടുണ്ടാവും. സൂര്യകാന്തി പാടങ്ങൾ ഇപ്പോൾ കുറവാണ്. ഈ കൃഷി നഷ്ടമാകുന്നതുകൊണ്ടായിരിക്കും. ഭാഗ്യത്തിന് സൂര്യകാന്തി പൂക്കൾ കാണാൻ സാധിച്ചു. ഈ പാടത്തേക്ക് ഇറങ്ങാൻ അവർ ഒരാൾക്ക് 20 രൂപയാണ് മേടിക്കുന്നത്. സൂര്യകാന്തി പാടത്ത് പിള്ളേരെ ഇറക്കിയില്ല. അത്രയ്ക്ക് കഠോരമായ ചൂടാണ്. വെള്ളമെല്ലാം തീർന്നു. വിശപ്പുണ്ട്. മണിയാകാറായപ്പോഴാണ് കഴിക്കാൻ കട തപ്പുന്നത്. സുരണ്ടൈ ടൗണിൽ ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയത് ഭാഗ്യം. നല്ല ഫുഡാണ് കിട്ടിയത്.
മീൻകറി, ഊണ്, ബിരിയാണി, പൊറോട്ട, ചില്ലി ചിക്കൻ, ഫ്രഷ് ലൈം എന്ന് വേണ്ട പലതും ഓർഡർ ചെയ്ത് കഴിച്ച് വിശപ്പ് മാറ്റി. കഴിച്ചു കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ല മഴയ്ക്കുള്ള കോളുണ്ടായിരുന്നേ. ചാറ്റൽ മഴയ്ക്കൊപ്പം നല്ല മഴയും കിട്ടി. തമിഴ്നാട്ടിൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഈ മഴ. അങ്ങനെ തമിഴ്നാട്ടിലെ വെയിൽ മാത്രമല്ല നല്ല മഴയും കൊണ്ടു, അതും ഇടിമിന്നലോട് കൂടിയ പെരുമഴ. തെങ്കാശി എന്ന പേരിന് കാരണമായ തെക്കൻ കാശി ടെമ്പിളിനടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എത്തിയാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ശ്രീകൃഷ്ണ വിലാസം കടയിലെ ഹൽവ. മഴയൊക്കെ മാറി ആകെ നനഞ്ഞു കിടക്കുന്ന തെങ്കാശിയിൽ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും മഴ പെയ്യുമെന്ന് സാധ്യത അറിയിച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ മിന്നൽ പാളുന്നുണ്ട്. അടുത്ത മഴയ്ക്ക് മുമ്പേ തെങ്കാശിയുടെ അതിപ്രശസ്തമായ ഹൽവ കണ്ടെത്തണം, കഴിക്കണം. അങ്ങനെ ശ്രീകൃഷ്ണവിലാസം കടയിൽ നിന്ന് തന്നെ ഹൽവ വാങ്ങി കഴിച്ചു. ഈ ഹൽവ വാങ്ങാനെത്തുന്നവർ ഒത്തിരിയുണ്ട്. ഇലയിൽ നല്ല ചൂടോടെ അപ്പോൾ തന്നെ കഴിക്കാൻ ഹൽവ കിട്ടും. നമ്മളൊക്കെ പറയാറില്ലേ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഹൽവ എന്നൊക്കെ, അത് ഇതാണ് അലിയുന്ന ഹൽവ. തെങ്കാശിക്ക് വരുന്നെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം ഗൈസ്. വായിലലിയുന്ന തെങ്കാശി ഹൽവ. ഷുഗർ കട്ട് ഡയറ്റ് നോക്കുന്നവർ ടേസ്റ്റ് ചെയ്യരുത് കേട്ടോ. വേറൊന്നുമല്ല, പിന്നീട് നിങ്ങളത് കഴിച്ചുകൊണ്ടേയിരിക്കും. അത്ര സ്പെഷ്യലായ തെങ്കാശി ഹൽവയാണ്, ഒന്നും പറയാനില്ല. അസാധ്യ ടേസ്റ്റാണ്. ഒരുപാട് സിനിമകളിൽ നമുക്ക് കണ്ടുപരിചിതമായിട്ടുള്ള തെങ്കാശിയിലെ അഗ്രഹാരം തേടിയാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര. പക്ഷേ ഗെയ്സ്, നമ്മൾ തീരുമാനം ഇവിടെ മാറ്റുകയാണ്. ഇടിവെട്ട് തകർത്തു പെയ്യുന്ന മഴയിൽ എങ്ങനെ പുറത്തിറങ്ങാനാണ്? മഴ തോരാൻ വെയിറ്റ് ചെയ്തെങ്കിലും സമയം ഒത്തിരി ആകുന്നതുകൊണ്ട് തിരികെ പോരുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിലെ അപ്രതീക്ഷിത പെയ്ത്തുമഴയിൽ ചാർട്ട് ചെയ്തു പോയ 1-2 സ്ഥലങ്ങൾ മിസ്സായി ഗെയ്സ്. വൈഫ് ഹൗസിൽ നിന്ന് 1 ഡേ ട്രിപ്പ് പോയി വരാവുന്ന ദൂരമാണെങ്കിലും തെങ്കാശിയിൽ 1-2 ദിവസം തങ്ങിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളെപ്പോലെ നട്ടുച്ച നേരത്ത് ആരും തെങ്കാശിക്ക് വരല്ലേ, അടാറ് വെയിലത്ത് കരിഞ്ഞു പോകും.
കൂടെയുണ്ടായ രാജൻ സാറ് തെന്മലയിൽ നിന്ന് റൂട്ട് തിരിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് തിരികെ പോയി. ഞങ്ങൾ തെന്മല കടന്ന് ചെങ്ങന്നൂരിലേക്ക്. രാത്രിയിലെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്കുള്ള മടക്ക യാത്രയിൽ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു യാത്രയുടെ വിശേഷങ്ങളായിട്ട് അടുത്ത സ്റ്റോറിയായിട്ട് വരാം ഗൈസ്.